റൂമിൽ നിന്ന് പുറത്തിറങ്ങി കണ്ണു കാണാൻ പറ്റാതെ എവിടെയെങ്കിലും തട്ടിയും മുട്ടിയും വീഴുന്നതിനേക്കാൾ ഇവിടെ ഇരിക്കുന്നതല്ലേ നല്ലത്. എന്നോട് ചോദിച്ചാ അതാണ് ബെറ്റർ. എന്ത് ചെയ്യാനും മറ്റൊരാളുടെ സഹായം വേണം. പാവം. എന്നെ കണ്ട് ഒത്തിരി സഹതപിക്കണ്ട. കണ്ണില്ലാണ്ടായതുകൊണ്ട് മാത്രം എന്റെ കാലം കഴിഞ്ഞു എന്ന് കരുതണ്ട. ഞാൻ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കുന്നത് വരെ ഒരുപോലെ കണ്ണടയ്ക്കും. കണ്ണടച്ചാലും തുറന്നാലൊക്കെ ഒരുപോലെ തന്നെയല്ലേ, ഇരുട്ട് മാത്രം. ഡാ, കൊന്നുകളയും ഞാൻ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കാഴ്ചയില്ലെന്നും പറഞ്ഞ് കുത്തി നോവിക്കാനാ? അതല്ല ഊർമിളേ. മതി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സ്വന്തം കാര്യം പോലും തന്നെ ചെയ്യാൻ കഴിയില്ലെന്നും പറഞ്ഞല്ലേ? നിന്റെ നാവ് ഇത്രയേറെ നീളുന്ന എന്റെ കാര്യം നോക്കാൻ എന്നെ കൊണ്ടാവും. ഞാൻ തന്നെ നോക്കിക്കോളാം. കാണണോ നിനക്ക്? ഇറ്റ്സ് ഓക്കെ ഊർമിള. ഇപ്പൊ അതൊക്കെ തെളിയിക്കാൻ നീ ഒരു അവിവേകം കാണിക്കണ്ട. നിന്റെ നാവൊന്ന് അടങ്ങി കിട്ടണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് കാണിക്കണം. എന്റെ കൈകൊണ്ട് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തു തരാം. അപ്പ മനസ്സിലായിക്കോളൂ എന്റെ ജോലികൾ ഞാൻ തന്നെ ചെയ്തോളൂ എന്ന്. ജ്യൂസ് നീ എനിക്ക് തരുമെന്നോ? ഈ കൈ കൊണ്ടാണോ തരാൻ പോകുന്നത്? നിന്റെ കൈ കൊണ്ട് വിഷം തന്നാലും ഞാൻ കുടിക്കും. താ. വരുൺ, വരുൺ, എന്നാ ഇത് കുടിക്ക. തല്ല് കൂടിയാലും സ്നേഹിച്ചാലും എല്ലാം നിന്നോടൊപ്പം മാത്രം. താങ്ക് യു ഊർമിളെ. ചിയേഴ്സ്. ഊർമിളെ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ? നിന്നെ കാലത്തോട്ട് താഴെ കണ്ടില്ലല്ലോ. ഞാൻ വല്ലാതെ മിസ് ചെയ്തു. എന്താ സംഭവിച്ച? അതിന്റെ കാര്യമൊന്നുമില്ല വരുൺ. ഇവർക്കിത് ഞാനാ കൊടുത്തത്. പറയ് വൈദേഹി, ഏത് തെറ്റ് മറയ്ക്കാൻ വേണ്ടിയാ കാശ് കൊടുത്തത്? അവര് ചോദിക്കുന്നതൊക്കെ പോട്ടെ, എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. എന്തിനു കൊടുത്തേ? അത് ഞാൻ ഉണ്ടാക്കിയതാ എന്ന് വെച്ചാ അത് വൈദേഹിയുടെയും കൂടെയാ. പിന്നെ ആ മാല അത് ശാന്തി അമ്മയുടെയാ എന്ന് വെച്ചാ വൈദേഹിയുടെ അമ്മയുടെയാ. അപ്പൊ അതിന്റെ അവകാശവും വൈദേഹിക്ക് മാത്രമുള്ളതാ. അല്ലാന്ന് പറയാനോ അത് ചോദ്യം ചെയ്യാനോ ഉള്ള അവകാശം ഇവിടെ ഒരാൾക്ക് പോലുമില്ല. അതാണ് സംഭവം. അവരെ സഹായിക്കാൻ കൊടുത്താണെന്ന് അവള് പറയുന്നേ. പക്ഷെ അതല്ല കാരണം. അതല്ല എന്നുള്ളത് ഉറപ്പല്ലേ വരുൺ? പിന്നല്ലാണ്ട് ഓർമ്മയ്ക്ക് വേണ്ടിയെങ്കിലും സൂക്ഷിക്കേണ്ട അമ്മയുടെ ആഭരണം അത്ര പെട്ടെന്ന് എടുത്തു കൊടുക്കില്ല. ശരിയാ ഊർമിളെ. അതെന്താണെന്ന് കണ്ടുപിടിക്കാന്ന് വെച്ചാ അവരെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു. ഉറപ്പായിട്ടും എന്തോ വലിയ കാരണം തന്നെയാ ഉണ്ടാവുക. അതെങ്ങനെയാ ഇപ്പൊ ഒന്ന് കണ്ടുപിടിക്കുക? അതെങ്ങനെയാ? പറയാം. ഹോളിയിൽ പറ്റി ഇനി പറ്റരുത്. എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. സമയം വരുമ്പോ ഞാനത് പറയാം. നീ ഇപ്പോഴും കോൺഫിഡന്റ് ആണല്ലോ. എനിക്കത് മതി. നിനക്ക് മനസ്സിൽ തോന്നുമ്പോ പറഞ്ഞാ മതി. ഈ ഹാപ്പി മൊമെന്റിൽ
മത്ത് പിടിപ്പിക്കാത്ത ഈ ജ്യൂസ് നിന്റെ കൈകൊണ്ട് തരുമ്പോ ഇതിന് 100 ഇരട്ടി മധു ഉണ്ടാവും. ചിയേഴ്സ്. അയ്യേ, എന്തെന്നാ ഇത്? ജ്യൂസ് ആണെന്ന് പറഞ്ഞ് ഇതെന്തു നീ എനിക്ക് തന്നെ? നീ വിഷം തന്നാലും കുടിക്കുന്നു പറഞ്ഞതിന് അത് ടെസ്റ്റ് ചെയ്തതാണോ? അത് നിനക്ക് മാത്രല്ലേ ഞാൻ തരൂ. ഞാനും കൂടി അത് കുടിക്കുവോ? അതവിടെ ഇരിപ്പുണ്ട്, എന്താന്ന് നോക്ക്. ഇടി പൊട്ടിക്കാളി. ജ്യൂസ് ആണെന്ന് പറഞ്ഞ് ബാത്റൂമിൽ ഒഴിക്കുന്ന ഫിനോയിൽ എടുത്തു തന്നെ. ജ്യൂസ് അപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. ജ്യൂസിനെടുത്ത് ആരെങ്കിലും ഫിനോയിൽ കൊണ്ടുവെക്കുവോ? ഏയ്, ഞാൻ വെച്ചതല്ല. ആ പണിക്കാരി ബാത്റൂം കഴുകാൻ വന്നപ്പോ വെച്ചതായിരിക്കും. അതിരിക്കട്ടെ, എനിക്ക് കാഴ്ചയില്ലെന്ന് വെക്കാം. നിനക്ക് നല്ല കാഴ്ചയുണ്ടല്ലോ, ഒന്ന് നോക്കിക്കൂടായിരുന്നോ? എന്ത് ചെയ്യാനാ, മയക്കും. നിന്നെ കണ്ടു കഴിഞ്ഞാൽ ചുറ്റുമുള്ളതൊന്നും എന്റെ കണ്ണിൽ പെടൂലല്ലോ. എന്റെ പൊന്നു മോളെ, ഇനി ഇങ്ങനെയൊന്നും കാണിച്ചേക്കല്ലേ. എന്ത് വേണമെങ്കിലും ഞാൻ എടുത്ത് തന്നോളാം. ഇവളെന്തിനാ ഇപ്പൊ അമ്പലത്തിലേക്ക് വന്നത്? വീട്ടിലും ആരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ വാ നോക്കാം. ആർക്കറിയാം, ഇന്നലെ ഇവള് കയ്യിലിരുന്ന് സ്വർണവും പണ്ടോ എടുത്ത് മറ്റാർക്കോ കൊടുത്തു. ഇപ്പതേ അവളുടെ കപ്പല് മുങ്ങിയ പോലെയല്ലേ ഓടിപ്പിടിച്ച് അമ്പലത്തിലേക്ക് വന്നേക്കുന്നേ. എന്താ കാര്യം നോക്കണം. നീ വാ. ഇവിടെ ഇപ്പോൾ അർദ്ധനാരീശ്വരി വ്രതമെടുത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനും എടുത്തിട്ടുണ്ട് തിരുമേനി. നിന്റെ പ്രാർത്ഥനകൾ ആ ഭഗവതിക്ക് ഏതു രൂപത്തിൽ നേദിക്കണമെന്നുള്ളത് ഭഗവതി തന്നെ തീരുമാനിക്കും. ആ നിവേദനം പൂർത്തിയാക്കിയാൽ നീ മനസ്സിൽ വിചാരിച്ചത് അതുപോലെ നടക്കും. അതിൽ നിവേദന പത്രങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. ഈ വ്രതം എടുക്കുന്ന ഓരോരുത്തരും ഓരോന്നതിൽ നിന്ന് എടുക്കണം. അതിൽ എഴുതിയിരിക്കുന്ന വിധം നിവേദനം നേദിച്ചാൽ ഭഗവതി ഉറപ്പായും ആ പ്രാർത്ഥന കേൾക്കുമെന്നാണ്. ആദ്യം ദീക്ഷാദീപം തെളിയിക്കണം, എന്നിട്ട് ഇവിടെ വന്ന് നിവേദന പത്രം എടുക്കണം. ഞാൻ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞു. അതിൽ നിന്നൊരു നിവേദന പത്രം എടുത്തോളൂ. നൂറ്റൊന്ന് കുടം വെള്ളം കൊണ്ട് ഭഗവതിക്ക് അഭിഷേകം ചെയ്യണം. ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് 101 കുടത്തിൽ വെള്ളം കൊണ്ടുവന്ന് ഭഗവതിക്ക് അഭിഷേകം നടത്തണം. ഉറപ്പായും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നിരിക്കും. നിങ്ങൾ ദീക്ഷാദീപം തെളിയിച്ചിട്ട് വന്നോളൂ. ആയിക്കോട്ടെ തിരുമേനി. പെട്ടെന്ന് വാ അമ്മേ. ആ
ഇനിയിപ്പോ വൈദേഹിയും ആ നിവേദന പത്രം എടുക്കില്ലേ? എടുക്കും. എന്നിട്ട് അതിൽ എഴുതിയിരിക്കുന്ന പോലെ ചെയ്യണം. എന്തെഴുതിയാലും ചെയ്യണം. അതേടാ, തിരുമേനി പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? അങ്ങനെ ചെയ്താലേ ഈ വ്രതം പൂർത്തിയാവുള്ളൂന്ന്. ചെയ്തില്ലെങ്കിൽ ഉപവാസം മുടങ്ങി എന്നർത്ഥം. ആഗ്രഹവും നടക്കില്ല. ഇപ്പൊ വൈദേഹി എന്താണ് പ്രാർത്ഥിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. വേറെന്തുണ്ടാവാനാ? അവൾ എന്ത് ചെയ്താലും എന്ത് പ്രാർത്ഥിച്ചാലും അത് അവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനും ഭർത്താവിനും വേണ്ടിയാവും. അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രത്യേകം അവൾ എന്താ പ്രാർത്ഥിച്ചെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? അവളുടെ പ്രാർത്ഥന എന്തായാലും അത് മുടക്കാനുള്ള വഴി നോക്കിയാ പോരെ. അവള് ഭഗവതിയോട് പ്രാർത്ഥിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് കയറി നമുക്ക് എന്താടാ ചെയ്യാൻ പറ്റുക? ആ നിവേദന പത്രങ്ങൾ ആയുധമാക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം നടക്കും. അതെങ്ങനെ? വൈദേഹി എടുക്കുന്ന കടലാസിൽ എന്തെങ്കിലും അഭിഷേകമോ പ്രദക്ഷിണമോ ആണോ എഴുതിയിരിക്കുന്നെങ്കിൽ അവൾ അത് നിഷ്പ്രയാസം ചെയ്യും. പകരം 1000 ചാട്ടവാർ അടിയാണ് വരുന്നേന്നിരിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണ്ടേടാ. അതൊക്കെ ഉണ്ടമ്മേ. അങ്ങോട്ട് നോക്കിക്കേ, ചാട്ടവാറായിട്ട് ഒരുത്തൻ നിൽക്കുന്നുണ്ടോ? ഒന്നോ രണ്ടോ ചാട്ടവാർ അടി കൊണ്ട് നിവേദനം പൂർത്തിയാക്കണമെന്നായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. അത് നമ്മള് 1000 ചാട്ടവാർ അടിയായിട്ട് മാറ്റി എഴുതണം. അത് വൈദേഹിയുടെ കയ്യിൽ എത്തുകയും വേണം. 1000 ചാട്ടവാർ അടിക്ക് ശേഷം വൈദേഹിയോ വൈദേഹിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞോ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. അത് മാത്രമല്ലടാ, വ്രതം പൂർത്തിയാകുന്നത് വരെ ഉള്ളം കൈയില് കർപ്പൂരം കത്തിച്ച് പിടിക്കുകയും വേണം. അല്ല, അതെന്തിനാ അമ്മേ? അവള് നമ്മളെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ചാമ്പലാക്കാൻ നോക്കിയതല്ലേ. അതുകൊണ്ട് ആ കൈ കർപ്പൂരം കൊണ്ട് പൊള്ളി പൊങ്ങണം. നരകയാതന അനുഭവിക്കണം. ഇത് രണ്ടും നടന്നു കിട്ടിയാ അമ്പലത്തിൽ നിന്ന് അവള് ജീവനോടെ പുറത്തു കിടക്കില്ല. എന്നാലും നമ്മൾ വിചാരിച്ചതുപോലെ ഇത് വൈദേഹി കൊണ്ട് എങ്ങനെ എടുപ്പിക്കും? അവക്ക് മറ്റു വല്ലതും കിട്ടിയാലോ? അതിനൊരു വഴിയുണ്ട്. അതിനുള്ളിലുള്ളതെല്ലാം നമ്മൾ എടുത്തു മാറ്റും. എന്നിട്ട് നമ്മൾ വിചാരിച്ചത് മാത്രം എഴുതി അതിനകത്തേക്ക് ഇടണം. പിന്നെ വൈദേഹി അതിനകത്തുനിന്ന് ഏത് കടലാസ് എടുത്താലും അതിൽ നമ്മൾ വിചാരിച്ചതേ ഉണ്ടാവും. എന്നാ ഇനി വൈകിക്കേണ്ട, ആദ്യം നമുക്ക് അത് ചെയ്യാം. വാ. എന്റെ ദേവേട്ടന് ഒരാപത്ത് സംഭവിക്കാതെ നോക്കിക്കോണേ. ഞങ്ങളുടെ ബന്ധത്തിനുണ്ടാവുന്ന പരീക്ഷണങ്ങൾ ഞങ്ങളെ തമ്മിൽ അകറ്റാതെ നോക്കിക്കോണേ. ഇന്ന് ഉപവാസം കഴിയുമ്പോൾ എന്നെ അനുഗ്രഹിക്കണേ. ആയിരം ചാട്ടവാർ അടി ഉപവാസം കഴിയുന്നത് വരെ കൈവെള്ളയില് കർപ്പൂരം കത്തിക്കണം. എന്നാ അമ്മേ? ഇത് മതിയാകോ വരണേ? മതി അമ്മേ. എല്ലാത്തിലും ഒരേ കാര്യം തന്നെയല്ലേ എഴുതിയേക്കുന്നേ. ആർക്ക് സംശയം ഉണ്ടാവില്ലല്ലോ. അതും ഇതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലല്ലോ. ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല. അതീ കിടക്കുന്ന ചീട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഈ ചീട്ടുകളെല്ലാം അതിനകത്ത് കൊണ്ടിടണം. പിന്നെ വൈദേഹി ഏത് ചീട്ടെടുത്താലും അവൾക്ക് 1000 ചാട്ടവാർ അടിയും കർപ്പൂരം കത്തിക്കലും തന്നെ. ശരി, എന്നാ പെട്ടെന്ന് ആവട്ടടാ. ആരുമില്ല, പെട്ടെന്ന് വാ അമ്മേ. പെട്ടെന്ന് മാറ്റണം. നീ അതാദ്യം മാറ്റ്. അമ്മേ, അതിങ്ങതാ. ഇനിയും ഉണ്ടല്ലോടാ. അതവിടെ കിടക്കട്ടെ, ഇങ്ങതാ. പറയുന്ന കേക്കടാ. എല്ലാം ഒന്ന് ഇളക്കിയിട്. എന്താ ഇവിടെ ചെയ്യുന്നത്? നിങ്ങളോടാ ചോദിച്ചത്. നിങ്ങൾ ഉപവാസം എടുക്കുന്നുണ്ടോ? അത് ഉപവാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടല്ലേ ഇവർ ഈ ചീട്ടെടുക്കുന്നത്. പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, ശരിയല്ലേ? അതെ, 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 അതെ. വ്രതം എടുത്തിട്ടുണ്ട്. എന്ത്? നിങ്ങള് വ്രതം എടുത്തിട്ടുണ്ടെന്നോ? എന്ത് ചെയ്യാനാ, വേറെ വഴിയില്ല.
അതെന്താ? ഒന്നുമില്ല. എപ്പോ എന്താ ആപത്ത് വരുമെന്നൊന്നും അറിയില്ലല്ലോ. അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? എങ്കിൽ നിവേദനം എടുത്തോളൂ. ഞങ്ങളുടെ വ്രതത്തിന് ഇതൊന്നും വേണ്ടല്ലോ. അങ്ങനെയൊന്നും പറയരുത്. വ്രതം മുറിക്കുന്നതിന് മുമ്പ് ഇത് ചെയ്തേ പറ്റൂ. എങ്കിലേ ആഗ്രഹിച്ചത് നടക്കൂ. പഴയത് 1 2 ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എഴുതിയത്. അത് നമുക്ക് തന്നെ കിട്ടും. അയ്യോ, 1000 ചാട്ടവാറടി കർപ്പൂരം കത്തിക്കല്. സൂക്ഷിച്ച് താഴേന്ന് പെറുക്കിയെടുക്കണം. എടുത്തോളൂ. എടുത്തോളൂ, മടിക്കണ്ട. ശരി, നിങ്ങളും എടുത്തോളൂ. വ്രതം എടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ ആലോചിക്കുന്നേ? എടുക്ക്. കേട്ട് അധികം നുരണം ധൈര്യമായിട്ട് എടുക്കണം. എടുക്ക്, പെട്ടെന്ന് എടുക്ക്. താനും എടുത്തു. എന്തു പറ്റി ചെറുമ്മേ? എന്ത് ചെറുമ്മയ്ക്കൊരു മടി പോലെ? ചെറുമ്മയ്ക്ക് നല്ല ഭാഗ്യമുണ്ട് കേട്ടോ. ആ ഭഗവതി അമ്മയെയും മകനെയും ഒരേപോലെ തന്നെ കണ്ടിരിക്കുന്നത്. മാത്രല്ല 1000 ചാട്ടവാറടി എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമല്ല. അതിനൊത്തിരി സഹനശക്തി വേണം. ഓരോ അടി കൊള്ളുമ്പോഴും അമ്മേന്ന് ആ ഭഗവതിയെ വിളിച്ചാ മതി. അപ്പൊ സാക്ഷാൽ ആ ഭഗവതി കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടോളൂ. ഞങ്ങളുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ, നീയും എടുക്ക്. നിനക്കെന്താ വരുന്നേന്ന് നോക്കട്ടെ. നിങ്ങളും എടുത്തോളൂ. എന്താ വന്ന എന്താ കിട്ടിയേ? ഭഗവതിക്ക് 108 പ്രദക്ഷിണം. അതെങ്ങനെയാ? ഞങ്ങൾക്ക് ചാട്ടവാറടിയും അവൾക്ക് പ്രദക്ഷിണവും വന്നേ. ഭഗവതിക്കറിയാം ആർക്ക് എന്ത് കൊടുക്കണമെന്നും ആരിൽ നിന്ന് എന്ത് സ്വീകരിക്കണമെന്നും. അത് ആർക്കും മാറ്റാൻ പറ്റില്ല.
നമ്മൾ കുഴിച്ച കുഴിയിൽ നമ്മൾ തന്നെ വീണു. ബാക്കിയുണ്ടായിരുന്ന ആ 2 എണ്ണത്തിൽ ഒരെണ്ണം വൈദേഹിക്കും കിട്ടി. 1000 ചാട്ടവാറടിയും കർപ്പൂരം കത്തിക്കലും. എന്റെ ഈശ്വരാ. ഇവിടെ 8 ക്ഷേത്രങ്ങളുണ്ട്. അതിനെയെല്ലാം ഒരു ക്ഷേത്രമായി കണ്ട് അതിനു ചുറ്റും 108 പ്രദക്ഷിണം ചെയ്യണം. ആയിക്കോട്ടെ